കറണ്ട് അഫയേഴ്സ് ആൻഡ് ജി കെ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഋതുമർമരങ്ങൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ ആരുടേതാണ്? ഉത്തരം മലയാളത്തിന്റെ പ്രിയ താരം ഭരത് മോഹൻലാൽ രചിച്ച ഓർമ്മക്കുറിപ്പുകളാണ് ഋതുമർമരങ്ങൾ. പ്രണബ് മൈ ഫാദർ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം ശർമിഷ്ഠ മുഖർജി. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ മകളാണ് ശർമിഷ്ഠ മുഖർജി. കാലം സാക്ഷി എന്ന ആത്മകഥ ആരുടേതാണ്? മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി. മൈ ലൈഫ് ആസ് എ കോമ്രേഡ് എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം കെ ശൈലജ ടീച്ചർ. രാമായണം അറിഞ്ഞതും അറിയേണ്ടതും എന്ന പുസ്തകം ആരുടേതാണ്? ഉത്തരം മുല്ലക്കര രത്നാകരൻ. മുൻ മന്ത്രിയും CPI നേതാവുമാണ് മുല്ലക്കര രത്നാകരൻ. സ്പെയർ എന്ന വിവാദ ഗ്രന്ഥം ആരുടേതാണ്? ഉത്തരം ഇംഗ്ലണ്ടിലെ ഹാരി രാജകുമാരൻ രചിച്ച ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുന്ന പുസ്തകമാണ് സ്പെയർ. എതിര് എന്ന ആത്മകഥ രചിച്ചത് ആരാണ്? ഉത്തരം പ്രമുഖ ചിന്തകനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ കുഞ്ഞാമന്റെ ആത്മകഥയാണ് എതിര്. ആത്മകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചെങ്കിലും അദ്ദേഹം അത് നിരസിക്കുകയാണുണ്ടായത്. അടുത്തിടെ കുഞ്ഞാമൻ അന്തരിച്ചു. നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്ന ആത്മകഥയുടെ കർത്താവ് ആരാണ്? ഉത്തരം ISRO ചെയർമാൻ S സോമനാഥ്. കൃതി വിവാദമായതോടെ അദ്ദേഹം പുസ്തക പ്രസിദ്ധീകരണത്തിൽ നിന്നും പിൻവാങ്ങി. ഫ്രാൻസിസ് മൊറോണയുടെ തൊട്ടപ്പൻ എന്ന കഥാസമാഹാരത്തിലെ ഒരു കഥയെ ആസ്പദമാക്കി എഴുതിയ വിവാദ നാടകമാണ് ഉത്തരം കക്കുകളി. ക്രൈസ്തവ സഭയുടെ എതിരിനെ തുടർന്ന് നാടകം പിന്നീട് നിരോധിച്ചു. ടോംബ് ഓഫ് ഡാൻസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം 2022 ബുക്കർ പ്രൈസ് ലഭിച്ച ടോംബ് ഓഫ് ഡാൻസ് എന്ന കൃതി രചിച്ചത് ഗീതാഞ്ജലി ശ്രീയാണ്. ഗീതാഞ്ജലി ശ്രീയുടെ രേത് സമാധി എന്ന ഹിന്ദി നോവലിന്റെ പരിഭാഷയാണ് ടോംബ് ഓഫ് ഡാൻസ്. ദ്രൗപദി മുർമു ഫ്രം ട്രൈബൽ ഹിൻഡർലാൻഡ് ടു റൈസിന ഹിൽസ് എന്ന പുസ്തകം രചിച്ചതാരാണ്? ഉത്തരം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കുറിച്ച് പത്രപ്രവർത്തക കസ്തൂരി റായി രചിച്ചതാണ് ദ്രൗപദി മുർമു ഫ്രം ട്രൈബൽ ഹിൻഡർലാൻഡ് ടു റൈസിന ഹിൽസ് എന്ന പുസ്തകം. വിക്ടറി സിറ്റി എന്ന നോവൽ ആരുടേതാണ്? ഉത്തരം സൽമാൻ റുഷ്ദി. തകർന്ന ഗ്ലാസിലൂടെ എന്ന ആത്മകഥ രചിച്ചത്? ഉത്തരം TN ശേഷൻ. മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന TN ശേഷന്റെ മരണാനന്തരമാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ പുറത്തിറക്കിയത്. എ വാക്ക് അപ്പ് ദി ഹിൽ, ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ എന്ന ഓർമ്മക്കുറിപ്പുകൾ ആരുടേതാണ്? ഉത്തരം പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ രചിച്ചതാണ്. മെമ്മേഴ്സ് ഓഫ് എ മാവറി, ദ ഫസ്റ്റ് 50 years എന്ന ഓർമ്മക്കുറിപ്പുകൾ രചിച്ചത്? ഉത്തരം മണിശങ്കർ അയ്യർ. മുൻ കോൺഗ്രസ് നേതാവും മന്ത്രിയുമാണ് മണിശങ്കർ അയ്യർ. കനൽ വഴികളിലൂടെ എന്ന ആത്മകഥയെ രചിച്ചത്? ഉത്തരം C ദിവാകരൻ. മുൻ മന്ത്രിയും CPI നേതാവുമാണ് C ദിവാകരൻ. NV പുരസ്കാരം നേടിക്കൊടുത്ത MM ഹസൻ രചിച്ച ആത്മകഥയാണ്? ഉത്തരം ഓർമ്മച്ചെപ്പ്. ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ എന്ന ആത്മകഥ രചിച്ചത്? ഉത്തരം CPMന്റെ മുതിർന്ന നേതാവ് MM ലോറൻസിന്റെ ആത്മകഥയാണ് ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ. അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ എന്ന ആത്മകഥ ആരുടേതാണ്? ഉത്തരം മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ സേതുവിന്റെ ആത്മകഥയാണ് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ രചിച്ചത്? ഉത്തരം 2023 രാജ്യാന്തര ബെസ്റ്റ് സെല്ലറായ ഈ നോവൽ രചിച്ചത് മലയാളിയായ ഡോക്ടർ അബ്രഹാം വർഗീസാണ്.
ധ്വനിപ്രയാണം എന്ന ആത്മകഥ ആരുടേതാണ്? ഉത്തരം പ്രശസ്ത നിരൂപകയും കവിയുമായ എം ലീലാവതി രചിച്ച ആത്മകഥയാണ് ധ്വനിപ്രയാണം. ഒരു സമരനൂറ്റാണ്ട് എന്ന പുസ്തകം ആരുടെ ജീവചരിത്ര സംഭവങ്ങൾ വിവരിക്കുന്നതാണ്? ഉത്തരം VS അച്യുതാനന്ദന്റെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ജീവചരിത്ര സംഭവങ്ങൾ വിവരിക്കുന്ന കൃതിയാണ് ഒരു സമരനൂറ്റാണ്ട്. ദ ക്രൂക്കഡ് ടീം ഓഫ് ന്യൂ ഇന്ത്യ എസ്സൈസ് ഓൺ എ റിപ്പബ്ലിക് ഇൻ ക്രൈസിസ് എന്ന കൃതി എഴുതിയത്? ഉത്തരം പറക്കാല പ്രഭാകരൻ. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവാണ് പ്രഭാകരൻ. ഇദ്ദേഹം കടുത്ത മോദി വിമർശകനാണ്. പെരുമഴയത്തെ കുഞ്ഞുതളികൾ എന്ന കൃതി രചിച്ചത്? ഉത്തരം പ്രിയ AS. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം നേടിയ കൃതിയാണ് പെരുമഴയത്തെ കുഞ്ഞുതളികൾ. 2023 നോബൽ സമ്മാനം നേടിയത്? ഉത്തരം നോർവീജിയൻ നാടകകൃത്തും നോവലിസ്റ്റുമായ യോൺ ഫോസെ. 2023 ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിയത്? ഉത്തരം നന്ദിനി ദാസ്. കൃതി കോർട്ടിംഗ് ഇന്ത്യ, ഇംഗ്ലണ്ട്, മുഗൾ ഇന്ത്യ ആൻഡ് ദി ഒറിജിൻ ഓഫ് എംപയർ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്? ഉത്തരം SK വസന്ത്. ഭാഷാ ചരിത്ര പണ്ഡിതനും നിരൂപകനുമാണ് SK വസന്ത്. 2023 ബുക്കർ സമ്മാനം ലഭിച്ച കൃതി? ഉത്തരം ഐറിഷ് സാഹിത്യകാരൻ പോൾ ലിഞ്ചിന്റെ ദ പ്രോഫറ്റ് സോങ് എന്ന കൃതിക്കാണ് 2023 ബുക്കർ സമ്മാനം ലഭിച്ചത്. M മുകുന്ദന് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം നൽകുന്ന അക്ഷരം പുരസ്കാരം അവാർഡ് ലഭിച്ച കൃതി? ഉത്തരം മുകുന്ദേട്ടന്റെ കുട്ടികൾ. ഹിസ്റ്ററി ലിബറേറ്റഡ് ദ ശ്രീ ചിത്ര സാഗ എന്ന കൃതി രചിച്ചത്? ഉത്തരം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി. 2023 വയലാർ അവാർഡ് ലഭിച്ചത്? ഉത്തരം ശ്രീകുമാരൻ തമ്പിക്ക്. കൃതി ജീവിതം ഒരു പെൻഡുലം. അരുന്ധതി റോയിക്ക് 45ാം യൂറോപ്യൻ എസ്സേസ് പ്രൈസ് നേടിക്കൊടുത്ത കൃതി? ഉത്തരം ആസാദി എന്ന ലേഖന സമാഹാരത്തിന്. 2022 JCB പുരസ്കാരം ലഭിച്ചത്? ഉത്തരം പെരുമാൾ മുരുകന്. കൃതി ഫയർ ബേർഡ്. പെരുമാൾ മുരുകന്റെ അലാണ്ടപാച്ചി എന്ന തമിഴ് കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്കാണ് അവാർഡ് ലഭിച്ചത്. വിവർത്തനം ചെയ്തത് ജനനി കണ്ണൻ ആണ്. 2023 മലയാറ്റർ ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത്? ഉത്തരം VJ ജെയിംസിന്. കൃതി ആന്റി ക്ലോക്ക്.